ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് തയ്യാറാക്കുന്നത്. ഉബണ്ടുവിലെ MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ടെക്സ്റ്റ് ബോക്സുകളിലെ രണ്ട് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് താഴെ വരുന്ന രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇവിടെ ഒരു ക്ലോസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടിയും കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്പ് ക്ലോസ് ആയി പോകും. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കാം. അതിനായി നമ്മളൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനായി പ്രോജക്റ്റ് സ്റ്റാർട്ട് ന്യൂ പ്രോജക്റ്റ് എടുക്കുന്നു. പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കുന്നു. ഞാനൊരു അഡീഷൻ എന്നാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഏരിയ വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് സ്ക്രീനിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ലേബൽ കൊണ്ടുവയ്ക്കാം. ഈ ലേബലിൻ്റെ പേര് ഞാൻ ടെക്സ്റ്റ് ഫോർ ലേബൽ, ഇതിൻ്റെ പ്രോപ്പർട്ടീസിനകത്ത് പോയിട്ട് ഇത് ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് നമ്പർ എന്നാക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ എന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസും നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഈ കമ്പോണൻസ് ലിസ്റ്റിൽ ഈ ലേബലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഞാനൊരു 25 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പർ എന്നൊരു ലേബലായി. ദെൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇതിൻ്റെ താഴെ വരണം. ഇതിനായി നമ്മൾ ഈ പറയുന്ന യൂസർ ഇൻ്റർഫേസിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് നമുക്ക് ഈ കമ്പോണൻറ്റ് ലിസ്റ്റിൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഈ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ പോയി ഇതിൻ്റെ ഹിൻ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു ലേബൽ, ദെൻ ഒരു ടെക്സ്റ്റ് ബോക്സ്. ഇനി നമുക്ക് സെക്കൻഡ് നമ്പറിന് വേണ്ടിയിട്ട് ഒരു ലേബൽ ചെയ്യണം. സെക്കൻഡ് നമ്പറിന് വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ഫോർ ലേബൽ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും പ്രോപ്പർട്ടീസിലെ ടെക്സ്റ്റ് മാറ്റി ഞാനതൊരു സെക്കൻഡ് നമ്പർ എന്നാക്കി. അതിൻ്റെ ഫോണ്ട് സൈസ് ഞാനൊരു 25 ആക്കി. ഓക്കെ, ദെൻ ഒരു ടെക്സ്റ്റ് ബോക്സ് ഡ്രാഗ് ചെയ്ത് വെച്ചു. ടെക്സ്റ്റ് ബോക്സിനകത്തെ ഹിൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്പറായി, സെക്കൻഡ് നമ്പറായി. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ചെറിയ ടിപ്സ് പറയാം. ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ സൈസ് ഒന്ന് വലുതായിരിക്കാൻ വേണ്ടി ഞാൻ 25 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് റൈറ്റ് ലൈനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് അലൈൻമെൻറ്റിൽ റൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സിൻ്റെയും ഫോണ്ട് സൈസ് 25 കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് റൈറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്കൊരു ബട്ടനാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരേണ്ടത്. അപ്പോൾ ബട്ടൺ വേണ്ടിയിട്ട് ഒരു ബട്ടൺ എന്ന് പറയുന്ന കമ്പോണൻ്റ് എടുത്ത് നമ്മളിതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു. ആ ബട്ടൺ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ആ ബട്ടൻ്റെ ടെക്സ്റ്റ് അതിന് മുകളിൽ ഞാൻ പ്ലസ് ചിഹ്നം ടൈപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ പ്ലസ് ചിഹ്നം കൊടുത്തു. അതിൻ്റെ ഫോണ്ട് സൈസ് ഞാനൊരു 25 കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. അപ്പോൾ ഒരു ബട്ടൺ ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ബട്ടൻ്റെ തന്നെ നമുക്ക് സൈസൊക്കെ ഇവിടെ ക്രമീകരിക്കാൻ പറ്റും. ഈ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് വിഡ്ത്തൊക്കെ നമുക്ക് ക്രമീകരിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ പേഴ്സൻറ്റേജ് കണക്കിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പേഴ്സൻറ്റേജ് കൊടുത്ത് ഇപ്പോൾ ഒരു 25 എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ 25% ആ ബട്ടൻ്റെ സൈസ് വരുന്നത്. ഇത് ഹൈറ്റ് വിഡ്ത്തൊക്കെ നമുക്ക് ക്രമീകരിക്കാം. ഇപ്പോൾ നമ്മൾ അഡീഷൻ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഏതെല്ലാം ക്രിയകൾ വേണമെങ്കിൽ അതിനൊക്കെ ഓരോ ബട്ടൺസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് വയ്ക്കുന്നു. ടെക്സ്റ്റ് ബോക്സ് ഡ്രാഗ് ചെയ്ത് വെച്ച് അതിൻ്റെയും സൈസ് ഞാനൊരു 25, അതിൻ്റെ ഫോണ്ട് സൈസ് 25 ആക്കുന്നു. അതുപോലെ ഹിൻ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതുപോലെ റിസൾട്ട് ഞാൻ സെൻറ്ററിൽ കാണുന്ന രീതിയിലാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് സെൻറ്റർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി വേണ്ടത് ഒരു ബട്ടനും കൂടി നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്, ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടൺ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ആ ബട്ടൻ്റെ മുകളിൽ നമ്മൾ ക്ലോസ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്ലോസ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ആ ബട്ടൻ്റെ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് സെൻറ്റർ തന്നെയാണ്. ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ വൈറ്റ് ആക്കുകയാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഒരു റെഡ് ആക്കാം. അതുപോലെ ടെക്സ്റ്റിൻ്റെ ഷേപ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഷേപ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഷേപ്പ് ഞാൻ റൗണ്ടഡ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് വന്നു. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം ഈ സ്ക്രീനിനകത്ത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കതൊരു സെൻട്രൽ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിലൊന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ അലൈൻ ഹൊറിസോണ്ടൽ എന്നത് മാറ്റി ഞാൻ സെൻറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ സെൻറ്ററിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ക്രീനിൽ തന്നെ സെൻട്രലാക്കി വരാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ അലൈൻമെൻറ്റ് നമ്മളതൊരു സെൻറ്ററാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഡിസൈനിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കോഡിംഗ് ഭാഗം, ബ്ലോക്സ് എഴുതാൻ പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബ്ലോക്സിലേക്ക് വരുന്നു. ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിലുള്ള ബ്ലോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്സിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണൻസും കാണാൻ സാധിക്കും. നമ്മളിവിടെ
വേരിയബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേരിയബിൾസ് എടുക്കുന്നു. ഇനീഷ്യൽ ഗ്ലോബൽ നെയിം ടു എന്ന കോഡ് യൂസ് ചെയ്യുന്നു. നമ്മളിവിടെ 3 വേരിയബിൾസാണ് നമുക്ക് ആവശ്യം വരുന്നത്. അതായത് 2 വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിനും സെക്കൻഡ് നമ്പറിനും, മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് റിസൾട്ടിനുമാണ്. അപ്പം ഫസ്റ്റ് വേരിയബിൾ ഞാൻ എ എന്ന പേരാണ് കൊടുക്കുന്നത്. ഇവിടെ നെയിം എന്നത് മാറ്റി ഞാൻ എ എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചാൽ മതി. രണ്ടാമത്തെ വേരിയബിളിന് ഞാൻ ബി എന്ന് കൊടുത്തു. മൂന്നാമത്തെ വേരിയബിൾ സി എന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇവിടെ മൂന്നാമത്തെ വേരിയബിൾ സി എന്ന് കൊടുത്തു. അപ്പോൾ എ ബി സി 3 വേരിയബിൾ ആയിക്കഴിഞ്ഞു. ഓക്കെ, ഈ വേരിയബിളിൻ്റെ എല്ലാം വാല്യൂസ് ഇനീഷ്യലി 0 ആയിരിക്കും. അപ്പോൾ ഞാൻ അതിനൊരു ടെക്സ്റ്റ് എടുത്ത് ഈ ടെക്സ്റ്റിലെ ബ്ലാങ്ക് ടെക്സ്റ്റ് കോഡ് എടുത്ത് ഇവിടേക്ക് കോപ്പി ചെയ്ത് വയ്ക്കുകയാണ്. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതിനെടുത്ത് എല്ലാത്തിലും പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 വേരിയബിൾ, ഈ 3 വേരിയബിളിൻ്റെയും ഇനീഷ്യൽ വാല്യൂ എന്തായി 0 ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് റിസൾട്ട് വരേണ്ടത്. റിസൾട്ട് വരുന്നത് എന്താണ്? ഈ 2 വേരിയബിളിലെ വാല്യൂസ് ആഡ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ള ബട്ടൺ ക്ലിക്ക് എന്ന കോഡ് നമുക്ക് ആവശ്യമാണ്. പിന്നെ ആഡ് ചെയ്ത് വരണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാത്ത് എടുക്കുന്നു. മാത്തിലെ ഈ പ്ലസ് ചെയ്ത് വരുന്നത് ഇതെടുത്ത് വെക്കുന്നു. ഓക്കെ, അതിലേക്ക് എന്താണ് വേണ്ടത്? വാരിയബിളിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ വാരിയബിളിൻ്റെ വാല്യൂ ഗെറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വാരിയബിൾസ് എടുത്ത് ഗെറ്റ് എന്നത് എടുത്ത് വയ്ക്കുന്നു. ഇതിനകത്ത് എന്ത് വേണം? വാല്യൂ വേണം. അപ്പോൾ ഗ്ലോബൽ എ ഇത് ഓട്ടോമാറ്റിക്കായി വരും. നമ്മളിവിടെ പേര് കൊടുത്തതുകൊണ്ട് ഗ്ലോബലായിട്ട് എ എന്ന വാരിയബിൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പേര് ഇവിടെ വന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ അടുത്ത വാരിയബിൾസും ലഭ്യമാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗ്ലോബൽ വേരിയബിൾ ബി നമുക്ക് ആക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഗ്ലോബൽ വേരിയബിൾ എ എന്നത് നമ്മൾ ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു. ഗ്ലോബൽ വേരിയബിൾ ബി എന്ന് പറയുന്നത് ഇവിടേക്കും ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എയും ബിയും തമ്മിൽ എന്ത് കൂട്ടിയിട്ടുള്ള റിസൾട്ട് നമുക്ക് എവിടേക്ക് വേണം? സിയിലേക്ക് വരണം. അപ്പോൾ അത് തന്നെ വാരിയബിൾസ് എടുത്ത് സെറ്റ് എന്നെടുക്കുന്നു. സെറ്റ് എന്നെടുത്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾ സി എന്ന് വരിക. ഓക്കെ, സെറ്റ് ഗ്ലോബൽ വേരിയബിൾ C2 എന്നാകും. ഇതിനൊക്കെ ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? എയും ബിയും തമ്മിൽ കൂട്ടിയാലുള്ള റിസൾട്ട് സി എന്ന വാരിയബിളിലേക്ക് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ എയുടെയും ബിയുടെയും വാല്യൂ എടുക്കുന്നത് എവിടെയാണ്? യൂസർ അതിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബോക്സിൽ നിന്നായിരിക്കണം അത് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടെക്സ്റ്റ് ബോക്സിലെയും വാല്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിളിൽ പോകുന്നു. സെറ്റ് എന്നത് എടുക്കുന്നു. സെറ്റ് 2 എന്ന കോഡ് എടുക്കുന്നു. വാരിയബിൾസിൽ നിന്ന് സെറ്റ് 2 എന്ന കോഡ് യൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്ലോബൽ എ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ വരുന്നത് എവിടെ നിന്നാണ്? ടെക്സ്റ്റ് ബോക്സ് 1 എന്നാണ് അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1 എടുത്തിട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ടെക്സ്റ്റ്, അപ്പോൾ ഈ ബ്ലോക്ക് എടുത്ത് വെച്ച് ഇവിടെ എനേബിൾഡ് എന്നുള്ളത് മാറ്റി നമുക്ക് എന്താക്കാം? ടെക്സ്റ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ഗ്ലോബൽ എ ടു ടെക്സ്റ്റ് ബോക്സ് 1 ടു ടെക്സ്റ്റ്. ഇത് ടെക്സ്റ്റ് ബോക്സ് 1 വരുന്ന വാല്യൂ എവിടേക്ക് വരും? ഗ്ലോബൽ എയിലേക്ക് വരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഞാൻ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇത് ഗ്ലോബൽ ബി എന്ന് കൊടുക്കാം. സെറ്റ് ഗ്ലോബൽ ബി ടെക്സ്റ്റ് ബോക്സ് എവിടെയാണ് വരുന്നത്? രണ്ടാമത്തെ ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനോട് ചേർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഈ ബ്ലോക്ക് എല്ലാം കൂടി ചേർത്ത് നമുക്ക് ബട്ടൺ 1 എന്നതിലേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ബട്ടൺ 1 ക്ലിക്ക് ചെയ്ത് സംഭവിക്കും? ടെക്സ്റ്റ് ബോക്സ് 1ലെയും 2ലെയും വാല്യൂസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള റിസൾട്ട് സി എന്നതിലേക്ക് വരുന്നു. ഓക്കെ, ഇത് പ്രിൻറ്റ് ചെയ്യണം അല്ലേ? പ്രിൻറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ആ റിസൾട്ട് വരേണ്ടത് ഒരു ടെക്സ്റ്റ് ബോക്സിലാണ്. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 3ലേക്കാണ് നമ്മുടെ റിസൾട്ട് വരേണ്ടത്. ടെക്സ്റ്റ് ബോക്സ് 3 സെലക്ട് ചെയ്യുന്നു. സെറ്റ് ടെക്സ്റ്റ് ബോക്സ് 3 ഇതിലെ ടെക്സ്റ്റ് ഈ എനേബിൾഡ് മാറ്റിയിട്ട് നമ്മൾ ടെക്സ്റ്റ് ആക്കുക. സെറ്റ് ടെക്സ്റ്റ് ബോക്സ് 3ലെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വാരിയബിൾ സി ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഗെറ്റ് വാരിയബിൾ സി എന്ന് കൊടുത്താൽ മതി. ഈ വാരിയബിളിൽ പോയി ഗെറ്റ് എടുക്കുന്നു. ഇതിലെ ക്ലിക്ക് ചെയ്തിട്ട് ഗ്ലോബൽ സി കൊടുക്കുന്നു. അപ്പോൾ ഗെറ്റ് ഗ്ലോബൽ സി വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, നമ്മൾ ഈ ബ്ലോക്ക് എടുത്ത് ഇതിനകത്തേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ബട്ടൺ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എല്ലാം നടന്ന ശേഷം ടെക്സ്റ്റ് ബോക്സ് 3ലേക്ക് ലാസ്റ്റ് വാരിയബിൾ സിയുടെ, അതായത് എയും ബിയും തമ്മിൽ കൂട്ടിയുള്ള റിസൾട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഈ ഒരു ബട്ടൺ നമ്മൾ വെച്ചിട്ടുണ്ട്, ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ. നമ്മൾ ആവശ്യമില്ലാത്ത കോഡുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എടുക്കണമെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ബക്കറ്റിലേക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ബട്ടൺ, നമ്മുടെ ക്ലോസ് ബട്ടൺ എടുക്കുന്നു. ബട്ടൺ 2 ആണത്. ബട്ടൺ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ക്ലോസ് ആപ്ലിക്കേഷൻ എന്ന കോഡ് എടുക്കുക, അതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ബട്ടൺ 1 ബട്ടൺ 2 എന്നൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള പേര്. അത് ഡിസൈനറിൽ പോയി ഇവിടെ അതിൻ്റെ പേര് ഇപ്പോൾ ബട്ടൺ 1 അത് മാറ്റി റീനെയിം ചെയ്തിട്ട് നമ്മൾ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഓക്കെ, അതുപോലെ തന്നെ ബട്ടൺ 2 എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിനുള്ളതാണ്. അപ്പോൾ റീനെയിം ചെയ്ത് ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്സ് എഴുതുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ബ്ലോക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കാണാം, കണ്ടോ ബട്ടൺ 1ൻ്റെ പേരെന്തായി, ആഡ് എന്നായി. അപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വർക്ക് നടക്കും, ക്ലോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആക്ടിവിറ്റീസ് നടക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് അഡീഷൻ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്കിനി ഒരു അടുത്ത ബട്ടൺ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ഓരോ ആക്ടിവിറ്റീസും, ഇപ്പോൾ നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ഇതിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൽ ഇതിൻ്റെ കോഡ് കിട്ടും. പക്ഷേ ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്, ഒരേ ബട്ടൻ്റെ മുകളിലാണ് നമ്മൾ 2 ആക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത്. ഒരു പുതിയൊരു ബട്ടൺ ആഡ് ചെയ്യുക, എന്നിട്ട് ആ ബട്ടൻ്റെ പേരിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് ഈസി ആയിട്ട് നടക്കും. ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ് ഈ ബ്ലോക്ക്. ഓക്കെ, നമുക്ക് ആഡ് മാത്രം ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നേരെ കണക്റ്റിൽ പോകുന്നു, എമുലേറ്റർ എടുക്കുന്നു. എമുലേറ്റർ ഓപ്പണായി വരാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, നമ്മുടെ ആപ്പ് ഇപ്പോൾ എമുലേറ്ററിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 12 എന്ന് കൊടുത്തു. ഇവിടെ സെക്കൻഡ് നമ്പർ എന്നത് ക്ലിക്ക് ചെയ്ത് അവിടെ ഞാനൊരു 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഡൺ. ദെൻ ഇത് രണ്ടും കൂടി കൂട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നു, ഈ പ്ലസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 12 + 2 14. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടും റൈറ്റ് ലൈൻ കൊടുത്തുകൊണ്ടാണ് റൈറ്റിൽ ടെക്സ്റ്റ് വന്നത്. അതുപോലെ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് നമ്മൾ സെൻറ്റർ കൊടുത്തുകൊണ്ടാണ് സെൻറ്ററിൽ വരുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ക്ലോസ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. പക്ഷേ ഇവിടെ ഈ എമുലേറ്ററിനകത്ത് നമുക്കത് ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ ക്ലോസ് ആപ്പ് കൊടുത്താൽ അതൊരു എറർ കോഡ് പോലെയാണ് വരുന്നത്. പക്ഷേ നമുക്കത് മൊബൈലിൽ ആക്കി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു വർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ APK ആക്കാൻ വേണ്ടിയിട്ട് ബിൽഡിൽ പോയിട്ട് ആപ്പ് save.apk to my computer എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു APK ഫയലായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഡൗൺലോഡ്സിൽ addition.apk എന്ന പേരിൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ആ ഡൗൺലോഡ്സിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ഫോണിലേക്ക് പേസ്റ്റ് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ പ്രോജക്റ്റിൽ പോയി കഴിഞ്ഞ ശേഷം എക്സ്പോർട്ട് സെലക്ടഡ് പ്രോജക്റ്റ് .ai to my computer കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു AEF ഫയലായിട്ട്, ഈ ഒരു പ്രോജക്റ്റ് ഒരു AEF ഫയലായിട്ട് മാറും. .ai ഫയലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് ഈ ലാപ്ടോപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് വേറെ ലാപ്ടോപ്പിൽ പേസ്റ്റ് ചെയ്യാനും അതിൽ വെച്ച് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.